ഇത് വലിയ പാപം പോലെ തോന്നില്ല. ഇതൊരാളെ പെട്ടെന്ന് തകർക്കുന്ന ഒരു വലിയ വീഴ്ചയായും തോന്നില്ല. പക്ഷേ പലരുടെയും ജീവിതത്തിൽ വിശ്വാസം പതുക്കെ തകരാൻ തുടങ്ങുന്നത് ഇതുപോലുള്ള ചെറിയ നിശബ്ദമായ അവഗണനകളിലൂടെയാണ്. ഇതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല. ഇത് ഒരു വലിയ തീരുമാനത്തിലൂടെയും വരുന്നില്ല. ഇത് ശബ്ദമില്ലാതെ, ശ്രദ്ധയിൽപ്പെടാതെ, പതുക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നതാണ്. ആദ്യം നിങ്ങൾ ഒരു ദിവസം പ്രാർത്ഥന ഒഴിവാക്കും. ഇന്ന് വളരെ തിരക്കാണ് എന്ന് നിങ്ങൾ തന്നെ പറയും. അത് ശരിയായ ഒരു കാരണം പോലെ തോന്നും. കാരണം ജീവിതം ശരിക്കും തിരക്കുള്ളതാണ്. അടുത്ത ദിവസം നിങ്ങൾ വചനപുസ്തകം തുറക്കില്ല. നാളെ തീർച്ചയായും നോക്കാം എന്ന് വിചാരിക്കും. അത് വലിയ തെറ്റായി തോന്നില്ല. കാരണം ദൈവം മനസ്സിലാക്കും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ട്. പക്ഷേ ആ നാളെ പതുക്കെ ഒരാഴ്ചയായി മാറും. ഒരാഴ്ച പിന്നെ 2 മാറും. അവിടെ നിന്ന് അതൊരു ശീലമായി മാറുന്നതും നമ്മൾ ശ്രദ്ധിക്കാതെ സംഭവിക്കും. ഇത് വലിയ പാപമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. കാരണം നമ്മൾ ദൈവത്തെ നിഷേധിക്കുന്നില്ല. നമ്മൾ അവനോട് എതിർപ്പ് കാണിക്കുന്നുമില്ല. നമ്മൾ വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ഒരേ ഒരു കാര്യമാണ്. നമ്മൾ അവനെ പതുക്കെ അവഗണിക്കുന്നു. ഇതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ. കാരണം അവഗണനയിൽ കുറ്റബോധമുണ്ടാകില്ല. അവഗണനയിൽ ഭയമുണ്ടാകില്ല. അവഗണനയിൽ ഉള്ളിൽ ഒരു അലാറം മുഴങ്ങുകയുമില്ല. പക്ഷേ അതേസമയം വിശ്വാസം അവിടെ പതുക്കെ ശക്തി നഷ്ടപ്പെടുകയാണ്. ദൈവസാന്നിധ്യം പതുക്കെ അപരിചിതമായി തോന്നാൻ തുടങ്ങും. പ്രാർത്ഥന ഭാരമായി തോന്നും. വചനവായന നിർബന്ധമായി തോന്നും. ഒരിക്കൽ ജീവൻ നിറഞ്ഞിരുന്നതെല്ലാം ഇപ്പോൾ ശൂന്യമായി അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ പറയാൻ തുടങ്ങും, എനിക്ക് ദൈവം ദൂരെയാണെന്ന് തോന്നുന്നു. മുമ്പുണ്ടായിരുന്ന അതേ സാന്നിധ്യം ഇപ്പോൾ ഇല്ല. എന്തോ നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ഒരു സത്യം നമ്മൾ കാണാതെ പോകുന്നു. ദൈവം മാറിയിട്ടില്ല. ദൈവം പിന്നോട്ട് പോയിട്ടില്ല. ദൈവം മിണ്ടാതിരിക്കുകയുമില്ല. നമ്മൾ തന്നെയാണ് പതുക്കെ അകന്നത്. ഇതിനെക്കുറിച്ച് ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പ്. ഹെബ്രായർ 2:1. നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ഇവിടെ പറയുന്നത് വലിയ പാപങ്ങളെക്കുറിച്ചല്ല, വലിയ വീഴ്ചകളെക്കുറിച്ചല്ല, വലിയ തെറ്റായ തീരുമാനങ്ങളെക്കുറിച്ചുമല്ല. ഇവിടെ പറയുന്നത് ഒഴുകിപ്പോകൽ എന്ന കാര്യത്തെക്കുറിച്ചാണ്. ഒഴുകിപ്പോകൽ എന്നത് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. അത് പതുക്കെ, ശ്രദ്ധയിൽപ്പെടാതെ, നമ്മൾ തന്നെ അറിയാതെ സംഭവിക്കുന്ന ഒരകലമാണ്. നമ്മൾ ദൈവത്തോട് ഞാൻ നിന്നെ വേണ്ട എന്ന് പറയുന്നില്ല. നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കുന്നില്ല. പക്ഷേ നാം അവനോടുകൂടെ സമയമെടുക്കുന്നില്ല. ശ്രദ്ധ കൊടുക്കുന്നുമില്ല. സാന്നിധ്യം വിലമതിക്കുന്നില്ല. അതാണ് അവഗണന. ഈ അവഗണനയുടെ ഫലം ഒരു ദിവസം പെട്ടെന്ന് കാണപ്പെടുകയില്ല. പക്ഷേ സമയം കഴിഞ്ഞാൽ അത് വ്യക്തമായി അനുഭവപ്പെടും. വിശ്വാസം ക്ഷീണിക്കും. പ്രാർത്ഥന ശൂന്യമായി തോന്നും. വചനം സംസാരിക്കുന്നില്ലെന്ന് തോന്നും. ദൈവം ദൂരെയാണെന്ന തോന്നൽ ശക്തമാകും. പിന്നെ നമ്മൾ ചോദിക്കും, എനിക്കെന്താണ് സംഭവിച്ചത്? എവിടെയാണ് ഞാൻ വഴിതെറ്റിയത്? സത്യം പറയാം, നമ്മൾ വഴിതെറ്റിയത്
ഒരു വലിയ തീരുമാനത്തിലൂടെയല്ല, ഒരു വലിയ പാപത്തിലൂടെയുമല്ല. നമ്മൾ വഴിതെറ്റിയത് പതുക്കെ വന്ന അവഗണനയിലൂടെയാണ്. ഇത് തിരിച്ചറിയുന്നത് വേദനാജനകമാണ്. പക്ഷേ അതാണ് മാറ്റത്തിൻ്റെ തുടക്കം. ഇത് കേൾക്കുന്ന നിങ്ങൾ ഇപ്പോൾ തന്നെ സ്വയം ചോദിക്കണം, എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന പതുക്കെ കുറഞ്ഞിട്ടുണ്ടോ? വചനവായന അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? ദൈവസാന്നിധ്യം മുമ്പത്തേതുപോലെ പ്രാധാന്യമല്ലാതായിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ ഒരു നല്ല അടയാളമാണ്. കാരണം ഒരു നല്ല വാർത്തയുണ്ട്. ഇത് തിരിച്ചറിയുന്ന നിമിഷം തന്നെ തിരിച്ചു വരാൻ ഇനിയും വൈകിയിട്ടില്ല. ദൈവം വാതിലടച്ചിട്ടില്ല. അവൻ ഇപ്പോഴും ക്ഷണിക്കുന്നു. അവൻ ഇപ്പോഴും കാത്തിരിക്കുന്നു. ദൈവം നമ്മോട് പറയുന്നത് കൂടുതൽ ചെയ്യൂ എന്നല്ല, കൂടുതൽ പരിശ്രമിക്കൂ എന്നുമല്ല. അവൻ പറയുന്നത് ഒരേ ഒരു വാക്കാണ്: തിരിച്ചു വരൂ. ഒരു വലിയ തീരുമാനം വേണ്ട, ഒരു വലിയ മാറ്റം വേണ്ട, ഒരു ചെറിയ തിരിഞ്ഞു നോട്ടം മതി. ഇന്ന് അവഗണന നിർത്തിയാൽ നാളെ വിശ്വാസം വീണ്ടും ശക്തമാകും. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ നാളെ ദൈവസാന്നിധ്യം വീണ്ടും അനുഭവപ്പെടും. ഇത് മുന്നറിയിപ്പാണ്, പക്ഷേ ഭയപ്പെടുത്താനല്ല. ഇത് ശിക്ഷിക്കാനുമല്ല. ഇത് ജീവൻ രക്ഷിക്കാനാണ്. നിങ്ങൾ ഇപ്പോൾ ഇത് കേൾക്കുന്നത് തന്നെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു നിമിഷമായിരിക്കാം. അത് അവഗണിക്കരുത്. ആമേൻ.